ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ ബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ടിയാഗോ EVയിൽ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ മൂന്നാർ ആ ഏരിയ, ഇടുക്കി അവിടെ എവിടെയെങ്കിലും പോകാനാണ്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പോവുക എന്നുള്ള ഒറ്റ മൈൻഡെന്നൊക്കെ പറയുന്ന പോലെ പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനി ഇറങ്ങി പത്തനംതിട്ട കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് തീരുമാനിക്കാം. നമ്മൾ പോകുന്നത് നമ്മുടെ ടിയാഗോ EV മീഡിയം റേഞ്ചിലാണ്. അപ്പോൾ ടിയാഗോ EV മീഡിയം റേഞ്ചിൽ നമുക്ക് ഏകദേശം ഒരു ആക്ച്വൽ റേഞ്ച് കിട്ടുന്നത്, യൂസബിൾ റേഞ്ച് കിട്ടുന്നത് ഒരു 140 തൊട്ട് 150 വരെയൊക്കെയാണ്. ഇപ്പോൾ അങ്ങോട്ട് ഹില്ലി ഏരിയാസ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് വരും. ഇപ്പോൾ 99% ചാർജായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. റേഞ്ച് ഇപ്പോൾ ലെവൽ 3 റീജിയൻ ഇടുമ്പോൾ റേഞ്ച് അറൗണ്ട് 179 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു ഏകദേശം ഒരു 150 കിട്ടിയാൽ ഓക്കെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ഭരണിക്കാലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ യാത്രയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ അടൂർ വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോകുന്നത്. എന്നും ഈ കാറിലാണ് അമ്മ വീട്ടിൽ നിന്ന് പത്തനംതിട്ട വരെ ഓഫീസ് വരെ പോയിട്ട് വരുന്നത്. അറൗണ്ട് ഒരു 38 അല്ലെങ്കിൽ 40% ചാർജിൽ അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ സാധിക്കുന്നുണ്ട്. പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി വരെ റോഡിൽ വലിയ കയറ്റവോ അല്ലെങ്കിൽ തെരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ റോഡുകളെല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ശബരിമലയിൽ പോകാൻ വരുന്ന തീർത്ഥാടകർ ഒരുപാട് റോഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പമ്പയ്ക്ക് പോകുന്ന KSRTCയും ഈ ഒരു റോഡിൽ ഇപ്പോൾ ധാരാളമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞ് മണ്ണാർക്കുളഞ്ഞി എന്ന് പറഞ്ഞൊരു സ്ഥലമായി. പത്തനംതിട്ടയൊക്കെ ആയപ്പോൾ നമ്മൾ തീരുമാനിച്ചെങ്കിൽ നമുക്ക് പാഞ്ചാലിമേട് പോകാമെന്നുള്ളത്. അപ്പോൾ പാഞ്ചാലിമേട് ഡെസ്റ്റിനേഷനാക്കി നമ്മൾ പോവുകയാണ്. പാഞ്ചാലിമേട് പോകാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഏരിയയിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റേഞ്ച് കുറഞ്ഞൊരു വണ്ടിയിൽ അത് ഒരു ഹില്ലി ഏരിയയിലോട്ട്, റിമോട്ട് ഏരിയയിലോട്ട് പോകുമ്പോൾ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പത്തനംതിട്ട സൈഡിലോട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് ഓമല്ലൂർ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഒരു ഗോയിസിലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തും മൈലപ്ര കഴിഞ്ഞപ്പോൾ മണ്ണാറക്കുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് EVOKയുടെ ഒരു 30 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഇരിക്കുന്ന കണ്ടു. പിന്നെ ഇവിടെ അടുത്ത് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഒരു ചാർജിങ് സ്റ്റേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നവർ ഈ ചാർജിങ് സ്റ്റേഷൻസ് പ്രിഫർ ചെയ്ത് ഇവിടുന്ന് ഫുൾ ചാർജ് ആക്കിയിട്ട് പോവുക. ഇപ്പം നമുക്ക് 76% ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. അപ്പോൾ ഈ ഏരിയാസിൽ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പാഞ്ചാലിമേട് എടുക്കുന്നതനുസരിച്ച് ഒരു 2-3 ചാർജിങ് സ്റ്റേഷൻസ്, മൊത്തത്തിൽ 4 ഗണ്ണുകൾ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എന്തായാലും എത്തി കുറച്ച് കാര്യങ്ങളെ കണ്ട ശേഷം വണ്ടി ചാർജ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-70 കിലോമീറ്ററേ ഉള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡിലെ വിശേഷങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. പത്തനംതിട്ട റാന്നി വഴി അങ്ങോട്ട് പോകുന്ന റോഡ് കാണാൻ അത്യാവശ്യം നല്ല മനോഹരമാണ്. റോഡിൻ്റെ കണ്ടീഷൻസ് നല്ലതാണ്. നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് പോകാനും പറ്റിയ റോഡുകളാണ്. അങ്ങുമായിട്ട് വളവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള വഴിയോ കാര്യങ്ങളൊന്നും അല്ല. ചെറിയ ചെറിയ മലകളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാടിൻ്റെയൊക്കെ വൈബ് നമുക്ക് ഈ ഒരു വഴിയിൽ കിട്ടുന്നുണ്ട്. പോകെ റോഡിൻ്റെ രീതിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കയറ്റങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കയറ്റങ്ങൾ കയറി തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടിയുടെ റേഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പാഞ്ചാലിമേട്ടിലോട്ട് പോകുന്ന ഡീവിയേഷൻ എടുത്തു. അറൗണ്ട് 6-6.5 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉള്ളത്. റോഡ് നല്ലതാണ്, പക്ഷേ വീതി കുറവും അതുപോലെ കുറച്ചൊന്ന് ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കയറ്റവുമാണ്. സമയം ഏകദേശം 12:30 ആയപ്പോൾ നമ്മൾ പാഞ്ചാലിമേട് എത്തി. വണ്ടിയിൽ ബാലൻസ് 31% ചാർജും ഉണ്ട്. അറൗണ്ട് 100 കിലോമീറ്ററോളം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ഒരു വണ്ടി ഫുൾ ചാർജിൽ 100 കിലോമീറ്ററോളം ഓടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഒരാൾക്ക് 25 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പാഞ്ചാലിമേട്ടിലോട്ട് കയറി. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ വെയിൽ ഉച്ചയിലടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്നുണ്ട്, ക്രിസ്മസ് വെക്കേഷനൊക്കെ അവസാനിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ വെയിൽ കാരണം ഈ കുന്ന് കയറാൻ വയ്യാത്തത് കൊണ്ട് ചെറിയൊരു ഡീവിയേഷൻ, കാട്ടിലേക്കൊരു ഡീവിയേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടിറങ്ങിയപ്പോൾ നല്ല തണലും നല്ല രസമൊക്കെ ഉണ്ട്. നമുക്ക് താഴേക്ക് കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് താഴേക്ക് പോകാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അത് വളരെ കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി.
കാര്യം ആളുകൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ച ബോട്ടിലുകളും അതുപോലെ ഫുഡ് പാക്കറ്റുകളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച നിലയിലാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴോ അവിടെ ഈ പറഞ്ഞതുപോലെ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനമാക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കൊണ്ടുവരുന്നുണ്ടോ ഫുഡ് കഴിക്കുന്നുണ്ടോ കുഴപ്പമില്ല, പക്ഷേ പോകുന്ന സമയത്ത് ആ പറയുന്ന വേസ്റ്റ് കൂടി കൂടെ കൊണ്ടുപോയി ഏതെങ്കിലും വേസ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന അവിടെ കൊണ്ടിടുക. ഒരിക്കലും വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ പ്രകൃതിയെ ഇത്തരത്തിൽ പൊല്യൂട്ട് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം കൂടിയാണ്. സോ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മഴക്കാലത്ത് ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അരുവി എന്തോ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു ഇത്തിരി വെള്ളം മാത്രമാണ്. അപ്പോൾ താഴേക്ക് വന്ന ആ ഒരു വൈബൊക്കെ കൊള്ളായിരുന്നു, അല്ലാതെ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച ശേഷം തിരിച്ച് മുകളിലേക്ക് വന്നു. മുകളിൽ വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, കല്ലുകൊണ്ട് നിർമ്മിച്ചതുപോലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പും വരുന്നുണ്ട്. അവിടെ നിന്ന് 2 നാരങ്ങ വെള്ളവും കുടിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ആ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം നമ്മൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം തൊട്ടടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ, കുട്ടിക്കാനത്ത് ഗോയിസിയുടെ 2 കണ്ണുള്ളൊരു ചാർജിങ് സ്റ്റേഷനും അതുപോലെ ചാർജ് മോഡിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കയറി ചാർജ് ചെയ്യണം. ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ റാന്നിക്ക് കഴിയുന്നിടം വരെയൊക്കെ അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് കയറ്റം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റേഞ്ച് നല്ല രീതിക്ക് ഡ്രോപ്പായി. നമുക്കതിന് മുന്നേ ഒരു എഫിഷ്യൻസി ഒരു ഓൺ ആൻ ആവറേജ് 96-97 കിട്ടിക്കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 127 വാട്ട് അവർ പെർ കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അതായത് 1 കിലോമീറ്റർ ഓടാൻ 127 വാട്ട് അവർ വെച്ച് നമുക്ക് ചിലവാകുന്നുണ്ട്. ബാലൻസിന് 31% ചാർജും അതുപോലെ 44 കിലോമീറ്ററുമാണ് റേഞ്ചും കാണിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തൊരു ചാർജിങ് സ്റ്റേഷൻ നിർത്തി വണ്ടി ചാർജ് ചെയ്താലേ നമുക്ക് ബാക്കി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ EVയിൽ എസ്പെഷ്യലി റേഞ്ച് കുറഞ്ഞ EVകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹില്ലി ഏരിയയിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. എങ്ങനെയാണ് കയറ്റമൊക്കെ എത്തുന്ന സമയത്ത് വണ്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, റേഞ്ചിൽ എത്രത്തോളം ഡിപ്ലീഷൻ വരുമെന്നും ഏത് രീതിയിൽ ഓടിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ ഹില്ലി ഏരിയാസ് റേഞ്ച് കിട്ടുന്നതെന്നും നോക്കി നിങ്ങൾ ഉറപ്പുവരുത്തി അത് മനസ്സിലാക്കിയ ശേഷം മാത്രം ലോങ് ഡ്രൈവുകൾ EVസിൽ ഈ പറഞ്ഞ പോലെ ഹിൽ ഏരിയാസിലോട്ട് പോവുക. അതുപോലെ തന്നെ 1-2 അല്ലെങ്കിൽ അതിൽ കൂടുതലും മാക്സിമം ഒരു 3-4 ചാർജിങ് സ്റ്റേഷൻസ് എങ്കിലും നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനുമായിട്ട് അടുപ്പിച്ച് കണ്ടുവച്ചിട്ട് പോവുക. ഒരു 35 അല്ലെങ്കിൽ 40% താഴോട്ടൊക്കെ നിങ്ങളുടെ ചാർജ് പോവുകയാണ്, തൊട്ടടുത്ത് വേറെ ചാർജിങ് സ്റ്റേഷനിൽ കാണുന്നില്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരു മിനിമം ഒരു 80% എങ്കിലുമായിട്ട് പോകുന്നതായിരിക്കും സേഫ്. സോ നമുക്കിനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് കുട്ടിക്കാനത്തോട്ട്. ഗോയിസിൽ ഓൾറെഡി 2 ചാർജ് ഗണ്ണും ഇപ്പോൾ യൂസിങ് ആണ്, 2 വണ്ടികൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാം, ഏതെങ്കിലും തീരാറാവുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചാർജ് മൂഡിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അതിപ്പോൾ അവൈലബിൾ ആണ്. എങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്തായാലും പോയി നോക്കാം. നമ്മൾ പാഞ്ചാലിമേടിലോട്ടുള്ള റോഡ് ഡീവിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു മെയിൻ റോഡ് വഴിയാണ് നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോകുന്നത്. കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴി നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇത് നമ്മുടെ ചാർലി സിനിമ കാരണം ഹിറ്റായ അല്ലെങ്കിൽ വൈറലായ ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെ കുറേ കടകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ആളുകൾ അവിടെയൊക്കെ ഇറങ്ങി ഫുഡും കഴിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വണ്ടി ചാർജ് ചെയ്യേണ്ടതുകൊണ്ടും അതുപോലെ ഫുഡ് കഴിക്കേണ്ടതുകൊണ്ടും നമ്മളിപ്പോൾ തൽക്കാലം അവിടെ നിർത്തുന്നില്ല. അങ്ങനെ നമ്മൾ 18% ചാർജ് ബാലൻസ് നിൽക്കെ കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ ഗോയിസിയുടെ 60 കിലോവാട്ട്സിൻ്റെ 2 ചാർജിങ് ഗൺസ് ഉണ്ട്. വന്നപ്പോൾ 2 വണ്ടികൾ ഓൾറെഡി അവിടെ ചാർജ് ചെയ്യായിരുന്നു. നമ്മളൊരു 30 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ വണ്ടി ചാർജിലിട്ടു. പക്ഷേ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ചാർജ് ഇനിഷ്യേറ്റ് ആവാൻ കുറച്ച് നേരം എടുത്തു. സോ എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ പുറത്തുള്ള പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ചാർജ് മോഡിൻ്റെയും അതുപോലെ ഗോയിസിയുടെയും RFID ടാഗുകൾ എടുത്ത് വെക്കുക. കാര്യം റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ ചാർജിങ് നമുക്ക് ദുഷ്കരമാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അറൗണ്ട് ഒരു 20 മിനിറ്റ് ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം തന്നെ നമുക്ക് പോയി. അങ്ങനെ നമ്മൾ വണ്ടി ഫൈനലി ചാർജിനിട്ടിട്ട് അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. ഭക്ഷണം അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. വലിയ പ്രൈസ് വന്നില്ല. ഞങ്ങൾ 2 പേര് വയറ് നിറച്ച് കഴിച്ചതിന് അറൗണ്ട് 680 രൂപയെ നമുക്ക് വന്നുള്ളൂ. ഇന്നിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും ക്രൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ്ങിനും ഫുഡ് കഴിക്കാനും കൂടെ ഏകദേശം ഒരു 2 മണിക്കൂറിന് മേളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എല്ലായിടവും ക്രൗഡഡ് ആണ്. നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനും വെയിറ്റ് ചെയ്തു. ഫുഡ് കഴിക്കാൻ ചെന്ന റെസ്റ്റോറൻറ്റിൽ ഏകദേശം 25 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്കൊരു സീറ്റ് പോലും കിട്ടിയത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. 100% ചാർജുമായിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ഇപ്പോൾ 100%
ശതമാനം ചാർജിൽ നമുക്ക് കാണിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 101 കിലോമീറ്റർ ആണ്. കാര്യം പ്രീവിയസ് നമ്മൾ വണ്ടി ഓടിച്ച ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ടാണ് വണ്ടി റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഓടിച്ച രീതിയിൽ ഉള്ള ഹില്ലി ടെറൈൻസ് ആണെങ്കിൽ 101 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു യാത്ര നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മുതൽ AC ഓൺ ആണ്. നമ്മൾ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി AC ഓഫ് ചെയ്യൊന്നും ഇതുവരെ ചെയ്തില്ല. ഇനി നമ്മൾ ഇവിടുന്ന് വാഗമണ്ണ് പോകാനാണ് തീരുമാനം. കുട്ടിക്കാലത്ത് നിന്ന് വാഗമണ്ണോട്ടുള്ള റോഡും റോഡിലെ കാഴ്ചകളും വളരെ മനോഹരമാണ്. നമുക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ, വണ്ടിയിൽ ഇരിക്കുന്നവർക്കും ഒരേ രീതിയിൽ തന്നെ ആനന്ദകരമാവുന്ന ഒരു റോഡും സീനിക് വ്യൂസും ഒക്കെയാണ് ഈ ഒരു റോഡിലുള്ളത്. കുറേ പച്ചപ്പുള്ള മലനിരകളും അതുപോലെ തേയിലത്തോട്ടങ്ങളും നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. തണലും അതുപോലെ വണ്ടി ഒതുക്കാൻ സ്ഥലമുള്ളിടത്ത് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തത്. അങ്ങനെ സമാധാനമായിട്ട് വന്നുകൊണ്ടിരുന്ന യാത്ര വാഗമൺ എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. വാഗമണ്ണ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ക്രൗഡഡ് ആണ്. റോഡിൽ കംപ്ലീറ്റ്ലി ബ്ലോക്കുകളായി തുടങ്ങി. നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഏരിയ അതുപോലെ മെഡോസിൻ്റെ ഒക്കെ സ്ഥലം എത്തിയപ്പോഴത്തേക്ക് റോഡിൽ കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. വണ്ടി മിനിറ്റുകളോളം നിർത്തിയിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതുപോലെ ഇവിടെ ഒരു ടൂറിസം ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ റഷായിരുന്നു. റോഡിൽ പോലീസുകാർ നിന്നിട്ടാണ് വണ്ടികൾ ബ്ലോക്കില്ലാതെ പറഞ്ഞിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റും അതുപോലെ വാഗമൺ മെഡോസിലും പോകുന്ന പ്ലാൻ നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാര്യം നമ്മൾ പോയിട്ടുള്ളതാണ്. പിന്നെ ഇത്രയും ക്രൗഡുള്ളൊരു സമയത്ത് അങ്ങനെ ആൾ കുറവായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കുരിശുമല പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി അടുത്തൊരു ടെസ്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു. കുരിശുമലയിലേക്കുള്ള എൻട്രൻസ് നമുക്ക് 5 മണിക്ക് ക്ലോസ് ചെയ്യും. നമ്മളവിടെ എത്തിയപ്പം ഓൾറെഡി 5:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടനാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. പുള്ളിക്കാരൻ ഒരു റോഡ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതുവഴി പോയാൽ കുരിശുമല ഫാം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോകുന്നതുകൊണ്ട് സമയം പ്രശ്നമില്ല, നിങ്ങൾക്ക് അവിടെ എല്ലാം ജസ്റ്റ് കുറച്ച് കാണാനൊക്കെ ഉണ്ട്, അല്ലാതെ ഇപ്പോൾ കുരിശുമലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ വാക്ക് കേട്ട് നമ്മൾ നേരെ കുരിശുമല ഫാമിലേക്ക് ചെന്നപ്പോൾ നമുക്ക് ഇവിടെ എൻട്രൻസ് ഗേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിന് പുറത്തായിട്ട് വേണം വാഹനം പാർക്ക് ചെയ്യാൻ. ഉള്ളിലേക്ക് നമ്മുടെ കാർ അനുവദിക്കുന്നതല്ല. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. സൈലൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിലാണ്. നമുക്ക് സമാധാനത്തോടു കൂടി കുറച്ച് നേരം മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടായിട്ട് തോന്നി. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് ചെല്ലുമ്പോൾ വലത്തെ സൈഡിൽ ഒരു ടോംബ് ഉണ്ടായിരുന്നു. പിന്നെ പുരാതന കാലത്തിൽ നിർമ്മിച്ചതുപോലെ ഇരിക്കുന്ന കുറേ ബിൽഡിങ്സ്. എൻ്റെ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നി. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മറ്റു കുറച്ച് ബിൽഡിങ്ങുകളും അതുപോലെ ഫാമിൻ്റെ പോർഷൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലവും അതിനപ്പുറത്തായിട്ട് മലയും ചെറുതായിട്ട് കോടയൊക്കെ കയറുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പോകുന്ന വഴിയാണ് മനസ്സിലായത് ഈ കുരിശുമല ഫാം എന്ന് പറയുന്നത് ഒരു കാറ്റിൽ ഫാമാണ്. അതുപോലെ കുരിശുമല മിൽക്ക് എന്ന് പറഞ്ഞൊരു പാൽ കമ്പനി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫാക്ടറി അല്ലെങ്കിൽ അവിടെ പാക്കേജിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ഫെസിലിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. അതുപോലെ ഫാം നിൽക്കുന്ന സ്ഥലത്തേക്കും നമ്മളെ അതിഥികളെ കടത്തി വിടുന്നതല്ല. പിന്നെ അതുപോലെ അവിടെ ഒരു ചാപ്പലും ഉണ്ട്, കുറച്ച് ഗാർഡനൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ നിശബ്ദവും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 6:15 നമ്മൾ കുരിശുമല ഫാമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അറൗണ്ട് ഒരു 120 കിലോമീറ്ററിന് മേളിലുണ്ട്. വണ്ടിയിൽ അറൗണ്ട് 82% ചാർജും ഉണ്ട്. പക്ഷെ പോകുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് കുറേ ഡൗൺ ഹില്ലാണ് അല്ലെങ്കിൽ ഇറക്കമാണ്. സോ റീജൻ ലെവൽ 3 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി തിരിച്ച് ചാർജ് ആവുന്നത് അല്ലെങ്കിൽ റീജനറേഷൻ ചെയ്യുന്നതാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്ന കരിമ്പുലിയെ നമ്മൾ കണ്ടു, പാന്തറിനെ. ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം പണ്ട് മുതലേ പോകുമ്പോൾ ഇത് ഇത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. ആ ബിൽഡിംഗ് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ ബിൽഡിങ്ങിനെ പറ്റി എന്തെങ്കിലും കഥകളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം. എനിക്ക് എന്തായാലും വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല. അവിടുന്ന് ഒരു ഇത്തിരി മുന്നോട്ട് വന്നപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു കഫേ കണ്ടു. അപ്പോൾ അവിടെ കയറി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഫുഡും നല്ലതായിരുന്നു. അതുപോലെ അവിടെ കിട്ടിയ ഒരു വൈബും എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. വാഗമണ്ണിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 82% ചാർജെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി തീക്കോയിൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടി റീജൻ ചെയ്തിട്ട് 93% ചാർജായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി ഏകദേശം 120 കിലോമീറ്ററിൻ്റെ അകത്തേ നമുക്ക് വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 93% ചാർജ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെൻഷനൊന്നും അടിക്കാതെ അത്യാവശ്യം സ്പോർട്സ് മോഡായിട്ട് വന്നാൽ പോലും സുഖത്തെ നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഇനിയിപ്പോൾ ചാർജ് ചെയ്യേണ്ടെന്നുള്ള സമാധാനത്തോടു കൂടി നമ്മൾ യാത്ര തുടർന്നു. വരുന്ന വഴിയിൽ അങ്ങുമായിട്ടൊക്കെ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 8:30 കഴിഞ്ഞപ്പോൾ റോഡ് ഒന്ന് ശാന്തമായി. സൺഡേ ആയതുകൊണ്ടും നാളെ സ്കൂളുകളൊക്കെ തുറക്കുന്നത് കൊണ്ടും റോഡിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. 9:30 ആയപ്പോൾ യാത്ര കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. ബാലൻസ് ചാർജ് 31% ഉണ്ട്. നമ്മൾ ആ ഫുൾ ചാർജ് ചെയ്ത ശേഷം അറൗണ്ട് 139.9 140 കിലോമീറ്റർ ഓടി. റേഞ്ചിന് 64% കാണിക്കുന്നുണ്ട്. സോ ആ ഒരൊറ്റ ചാർജിൽ നമുക്ക് ഫുള്ള് ട്രിപ്പ് തീർക്കാൻ പറ്റി. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്ന പോലെ പ്രോപ്പർ ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിയിലൊന്നും ഈ വീഡിയോയിൽ കാണില്ല.
നമ്മൾ പൊതുവേ ഇത്തരത്തിലുള്ള വീഡിയോസിലെല്ലാം പോകുന്ന വണ്ടി ഏതാണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതലൊരു ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ചാനലിൽ ട്രാവൽ വീഡിയോസ് ചെയ്താലും വരുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു അറ്റംപ്റ്റാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ പറയാം. നമ്മൾ അതനുസരിച്ച് അടുത്ത വീഡിയോസിൽ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സോട് വീഡിയോ ഷെയർ ചെയ്യുക. സോ മറ്റു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.